ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവ നിലവിലുള്ള സ്ഥലം വനംവകുപ്പ് കണ്ടെത്തിയെന്നാണ് മനസ്സിലാവുന്നത്. കടുവ അവശനിലയിലാണ്. കടുവ എവിടെയുണ്ടെന്നപ്പോൾ വനംവകുപ്പിന് മനസ്സിലായി. ആവശ്യമെങ്കിൽ കൂടെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ പറ്റില്ല എന്നാണോ വനംവകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം? ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാരണം ഇതിന്റെ കാലിന് പരിക്കുണ്ട്, അത് കൂടുതൽ അവശ നിലയിലാണ്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജീവൻ ആപത്താണ് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ. വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് കോട്ടയം DFO N രാജേഷ് ഇന്നലെ പറയുകയും ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രാമ്പിയിലാണ്. ഈ കാണുന്ന ഭാഗത്ത് കടുവയുണ്ട് എന്നുള്ളത് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ ഇതിന് തൊട്ടടുത്തുള്ള മേഖലയിലായിരുന്നു. ഈ പ്രദേശത്തുണ്ട് എന്ന് നിലവിൽ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ചുറ്റിക്കറങ്ങി നിൽക്കാനുള്ള സാധ്യത വനംവകുപ്പ് ഉറപ്പിച്ച് പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ കൂടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത്. ആവശ്യമെങ്കിൽ ആ കൂട്, ഈ കടുവയെ പിടികൂടാനുള്ള കൂട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. കടുവയെ കൂട് വെച്ച് പിടികൂടി അതിന് ചികിത്സ നൽകുക എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ഒരു പോംവഴി എന്നുള്ളത് വനംവകുപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ നാട്ടുകാർക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അവരിങ്ങനെ നിൽക്കുകയാണ്. ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കടുവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഉണ്ട്. അത് സ്കൂളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ പമ്പ് സെറ്റ് ഉള്ളത്. ഈ പമ്പ് സെറ്റിൻ്റെ അടുത്താണ് വന്ന് കിടക്കുന്നത്. വെള്ളം തുറന്നു വിടാൻ പോകണം. അതിൻ്റെ അപ്പുറത്ത് ലൈൻസാണ്. ആ പള്ളിയുണ്ട്, ലൈൻസുണ്ട്. ഇതിലേ കൂടെ ആൾക്കാർ പോകുന്നത് വരുന്നത് മൊത്തം. എങ്ങനെയെങ്കിലും ഒന്ന് കൂട് വെച്ച് ഒന്ന് പിടിക്കണം. അതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കൂട് വെച്ച് പിടിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഈ മേഖലയിലുണ്ട് കടുവ. വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണ സംഘവും ഇവിടെയുണ്ട്. 15-അംഗ ടീമാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയും കടുവ നാട്ടിലിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും വനംവകുപ്പ് നിയോഗിച്ചിട്ടുള്ളത്. നിലവിൽ ആ കൂട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. മയക്കോടി വെക്കുന്നതിനെ പറ്റി യാതൊരു തരത്തിലുള്ള ആലോചനയും ഇല്ല. അത്രയ്ക്ക് അവശ്യ നിലയിലാണ് കടുവ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഈ കടുവ ഇറങ്ങിയതോടുകൂടി ബാധിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് അനിവാര്യമായ കാര്യം കൂടിയാണ്. Okay, thank you.